37 വയസ്സുള്ള ജമാൽ അബുദാബിയിലെ 2 പ്രശസ്തമായ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലുകളിൽ ബലൂൺ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാതെയായി. ഈ പ്രായം ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. പുള്ളി പറയുന്നത് പുള്ളിക്ക് ഒരു അസുഖമില്ലായിരുന്നു. റുട്ടീൻ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പിൽ, പുള്ളി ഒരു ഹോസ്പിറ്റലിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. റുട്ടീൻ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ചെക്കപ്പിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്ക് 2 രക്തക്കുഴലിനകത്ത് 100% അടഞ്ഞിരിക്കുകയും 1 രക്തക്കുഴലിൽ 90% ബ്ലോക്ക്. അപ്പം ആ ഫോറിൻ ഡോക്ടർ ശ്രമിച്ചെങ്കിലും ആ 100% ബ്ലോക്ക് തുറക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഒരു ബലൂൺ ശസ്ത്രക്രിയ മാത്രം ചെയ്തിട്ട് രോഗിയെ വീണ്ടും ഒന്നുകൂടെ ചെയ്യുകയാണ്. അപ്പോഴും പരാജയപ്പെട്ടു. 3ാമതാണ് എന്നെ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും 1-2 ഹൃദ്രോഗ വിദഗ്ധർ പറഞ്ഞിട്ടാണ് എന്നെ കാണാൻ വരുന്നത്. അപ്പൊ CTO, അതായത് 100% ബ്ലോക്ക് 3 മാസത്തിൽ കൂടുതൽ പഴക്കമുണ്ടെങ്കിൽ അതിനെ ചെയ്യാനായിട്ട് ടെക്നിക്കൽ സാങ്കേതിക വിദ്യ അത്യാവശ്യം. അപ്പൊ നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നുകിൽ രക്തധമനിയെ നമ്മൾ നേരെയുള്ള വയറുകളുടെയും മൈക്രോകത്തീറിന്റെ സഹായത്തോടെ തുറക്കുക. അല്ല എന്നുണ്ടെങ്കിൽ വലതുവശത്തെ ബ്ലോക്കിനെ ഇടതുവശത്തെ രക്തക്കുഴലിൽ നിന്നും ചെറിയ ചാനൽ വഴി അകത്ത് കയറി തുറക്കുക. അതിന് റെട്രോഗ്രേഡ് CTO PCI എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ബലൂൺ ശസ്ത്രക്രിയയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ബ്ലോക്ക് എനിക്ക് മാറ്റാൻ കഴിഞ്ഞത്.